അപ്പോൾ ഇത് കലാമണി ചേട്ടൻ പാടിയ ആ പരലി പരല് പരല് പൂവാലിപ്പരല്. ഇത് ആ പരലല്ല, ഇത് കുറുവാപ്പരല് അല്ലേ മോനെ? ഇത് പറഞ്ഞാൽ കുറുവാപ്പരല്. ക്യാമറയെ കാണാമെന്ന് അറിയത്തില്ല, എനിക്ക് കാണാം. വല ഉരുങ്ങിയോ നോക്ക്. പാത്രം വേണ്ടേ മോനെ? പാത്രം എടുക്കുന്നില്ലേ? ഏതാ? ഓക്കെ. അപ്പം ഇത് കലാമണി ചേട്ടൻ പാടിയ ആ പരലി പരല് പരല് പൂവാലിപ്പരല്. ഇത് ആ പരലല്ല, ഇത് കുറുവാപ്പരല് അല്ലേ മോനെ? ഇത് പറഞ്ഞാൽ കുറുവാപ്പരല്. അപ്പോൾ ഇത് ആ പരല് ഈ പരലല്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ കറി, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, പണിക്കൊന്നും പോയില്ല. അപ്പം അച്ചാച്ചി മോനുമായിട്ട് ഒരു വല വീശി. അപ്പം നമ്മുടെ കറി നടന്നില്ലേ? നോക്കട്ടെ, നല്ല ഒരു കിലോ മത്തിക്ക് 400 രൂപയായിരുന്നു. അച്ഛനൊരു വല വീശി. എന്താ, കരിമീനുണ്ട്, പരലുണ്ട്. എന്താ മോനൊരു മീനിൻ്റെ പേര് പറഞ്ഞ എന്തായിരുന്നു? എന്താ മീനിൻ്റെ പേര് നീ പറഞ്ഞു? ഇത് മൊത്തം നമ്മുടെ പ്രദേശം മൊത്തം ഇവിടെ തന്നെ അല്ല, ഇത് പോണേ മൊത്തത്തിൽ അത് മൊത്തം നമ്മുടെ നാലുകറിലും എല്ലാം വെള്ളമില്ല. എന്താണ് വെള്ളമേ? എടുത്തു ആരാ? എന്താ
ഇത് അച്ഛൻ വീശുന്നിട്ട് വല വല്ലതും വിരിയുന്നുണ്ടോടാ? വല വല്ലതും വിരിയുന്നുണ്ടോ? നീ പറ, അച്ഛൻ ഭയങ്കര വീശുകാരനാണ്, അച്ഛനെ പോലെ വീശുന്നവർ ആരും ഇവിടെ ഇല്ല. സിന്ധുവിന്റെ കൊച്ചുമോന് എന്ത് കരിമീനും കിട്ടടാ. താഴെ പോണ മോന്റെ മേത്ത് ചെള്ള പിടിച്ച മാറി. ഇത്രയുമാണ് നമുക്ക് കിട്ടിയ മീൻ. ഇന്നത്തെ കറിക്കുള്ള മീനായിട്ടുണ്ട്. ഇന്നത്തെ കറിക്ക് തന്നെയാണ്. പിന്നെ ചിലപ്പോ ഞങ്ങൾ രണ്ട് വാക്ക് പറയട്ടെ. എന്താ, ഇതൊക്കെയാണ് എൻ്റെ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത. രാവിലെ കറിക്കൊന്നുമില്ലെങ്കിൽ ഇതുപോലെ ചെറിയൊരു വലയുണ്ടെങ്കിൽ എടുത്ത് രണ്ട് വീശി നമ്മുടെ ഈ ആറ്റോട്ട് വീശാങ്കി അന്നത്തെ ഇപ്പോഴത്തെ ഒരു മീനിൻ്റെ വില വെച്ച് 400 രൂപ 500 രൂപയൊക്കെ മുടക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു 2 വല വീശാങ്കി ഇതുണ്ട്. ഇപ്പോൾ 2 വലയല്ലേ ഞാൻ വീശുണ്ട് അല്ലേ മോനെ? നമുക്ക് ആവശ്യത്തിന് മീൻ കണ്ട നോക്കിയേ. കരിമീനുണ്ട്, കണമ്പുണ്ട്, ആപ്പരല്, ഈപ്പരല്, പൂവാലിപ്പരലുണ്ട് അല്ലേ മോനെ? ഈ മീനൊക്കെ ഒരുപാട് വലുതാണ്ട്. ഇത് തന്നെ ചെമ്പല്ലില്ല, ഇത് ചെമ്പല്ലിയാ. പക്ഷെ ഇതൊക്കെ ഒരുപാട് വലുതാണ്ട്. അങ്ങനെ അപ്പം ഇന്ന് കറിക്കുള്ളതായി. ഇന്നത്തെ കാര്യം ഞങ്ങള് കറക്റ്റ് ചെയ്തു അല്ലേ മോനെ? അപ്പൊ എന്തായാലും 2 വലയെ വീശുള്ളൂ. ഇത്ര മീൻ കിട്ടും. ഇപ്പോൾ എന്തിനാ 500 ലാഭമല്ലേ? ഇനി അതല്ല, ഇനി ഒരു ഇച്ചിരി കക്ക ഇറച്ചി കൂട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നേരെ വെള്ളത്തിലോട്ട് ഇറങ്ങുക. ഇതുപോലൊരു കൊച്ച് ചെറിയൊരു കലവോ എന്തെങ്കിലും ആയിട്ട് ഇറങ്ങുക. ഇറങ്ങി ആവശ്യത്തിന് കക്കാവാരി പുഴുങ്ങി പൊളിച്ച് വൃത്തിയാക്കി. അത് പണിയില്ലേലും കക്കയിറച്ചി മീനും ഒക്കെ കൂട്ടാം നമ്മുടെ നാട്ടിൽ എല്ലാടെ പോയി. അമ്പാടിയേ ഈ കാണുന്നുണ്ട് നമ്മുടെ അങ്ങോട്ട് കാണിച്ചവന് ഓർമ്മയിലുണ്ടാവണം. സി കേശവൻ പാലം അല്ലേ? ഇല്ലേ, കാണുന്നതാണ് സി കേശവൻ പാലം. കണ്ടോ? അപ്പൊ എന്തായാലും നിർത്താൻ പോണേ. അച്ഛൻ ഇനി ഞായറാഴ്ചത്തെ പരിപാടി കാലം ഉണ്ട്, അതിന് പോകണം. വാ അപ്പൊ വാ, അമ്മയുടെ രാവിലെ കൊണ്ട് സൈതമ്മയുടെ കൊടുക്കുക. അപ്പൊ രാവിലെ തന്നെ വെട്ടി വൃത്തിയാക്കി വെക്കട്ടെ. വാ. അവിടെ എന്താ മറിച്ച് കേട്ടോ? അവിടെ കാണും മാമലയൊന്നും നമ്മുടതല്ലൻ മകനേ. വിനീഷ് തോട്ടപ്പള്ളി.